ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഏവർക്കും ചാനലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറേ വീഡിയോകളിലൂടെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് ജാതക വിശകലനവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഇതിനോടകം തന്നെ നമ്മൾ 4-ാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹത്തെക്കൊണ്ട് ചിന്തിക്കുന്ന ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് വരെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് 4-ാം ഭാവാധിപൻ ഗ്രഹനിലയിൽ എവിടെ നിൽക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി എന്തൊക്കെ ഫലങ്ങളാണ് ജാതകന് നേരിടേണ്ടി വരുന്നത് അല്ലെങ്കിൽ അനുഭവിക്കേണ്ടി വരുന്നത് എന്നതിനെ കുറിച്ചാണ്. മറ്റാരുടെയും സഹായം കൂടാതെ നമ്മുടെ ഗ്രഹനില നമുക്ക് സ്വന്തമായിട്ട് തന്നെ വിശകലനം ചെയ്യാം. ഇതിനായിട്ട് നമ്മുടെ കൈവശം വേണ്ടത് നമ്മുടെ ഗ്രഹനില മാത്രമാണ്. ചിലരെങ്കിലും അവരുടെ ഗ്രഹനില എഴുതിയിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ സ്വന്തം ഗ്രഹനില കയ്യിലുണ്ടാവില്ല. അത്തരം സന്ദർഭത്തിൽ വളരെ സൗജന്യമായിട്ട് നിങ്ങളുടെ ഗ്രഹനില നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് സൗജന്യമായിട്ട് നേടുന്നത് എങ്ങനെയാണ് എന്നതിനെ കുറിച്ചൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൗജന്യമായിട്ട് തന്നെ യാതൊരു ധനച്ചെലവും കൂടാതെ നിങ്ങളുടെ ഗ്രഹനില എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ വരുന്ന ഐ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഗ്രഹനില എടുക്കുക. ഞാനിവിടെ ഉദാഹരണം കാണിക്കുന്നതിന് വേണ്ടി ഒരു ഗ്രഹനില എടുത്തിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഗ്രഹനിലയാണ് എടുക്കേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരുടെ ഗ്രഹനിലയിലാണോ പരിശോധിക്കേണ്ടത് ആ ഒരു ഗ്രഹനില എടുക്കുക. അടുത്തായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ ഗ്രഹനിലയിൽ ലഗ്നം രേഖപ്പെടുത്തിയിരിക്കുന്ന രാശി ഏതാണ് എന്ന് നോക്കുക. ലഗ്നം ഗ്രഹനിലയിൽ ല എന്ന അക്ഷരം ഉപയോഗിച്ചുകൊണ്ടാണ് രേഖപ്പെടുത്തുന്നത്. ലഗ്നമാണ് നമ്മുടെ ഗ്രഹനിലയിൽ 1-ാം ഭാവം എന്ന് പറയുന്നത്. ആ ലഗ്നം മുതൽ ക്ലോക്ക് വൈസ് ആയിട്ട് നമ്മൾ എണ്ണിക്കഴിഞ്ഞാൽ 4-ാമത് വരുന്ന രാശി ഏതാണോ അതാണ് നമ്മുടെ 4-ാം ഭാവം എന്ന് പറയുന്നത്. ഈ 4-ാം ഭാവം കൊണ്ട് പ്രധാനമായിട്ട് ജാതകന്റെ വീട്, വാഹനം, അമ്മ, ഭൂമി, ഭവനം, നിധി, കൃഷി, ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളെക്കുറിച്ച് സൂചനകൾ നൽകുന്ന ഭാവമാണ് 4-ാം ഭാവം എന്ന് പറയുന്നത്. അപ്പം ഈ 4-ാം ഭാവത്തിൽ ഏതെങ്കിലും ഗ്രഹം ഉണ്ടെങ്കിൽ ആ ഗ്രഹം നൽകുന്ന ഫലങ്ങളാണ് ഇപ്പറഞ്ഞ വിഷയങ്ങളിൽ ജാതകന് അനുഭവിക്കേണ്ടി വരിക. അപ്പോൾ 4-ാം ഭാവത്തിൽ ഏതെങ്കിലും ഗ്രഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഗ്രഹങ്ങൾ 4-ാം ഭാവത്തിൽ നിന്നാൽ ജാതകന് ഉണ്ടാകുന്ന ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കിയിരുന്നു. ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കാൻ പോകുന്നത് 4-ാം ഭാവത്തിൽ ഗ്രഹങ്ങളൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിൽ നമ്മൾ 4-ാം ഭാവാധിപതി ഗ്രഹനിലയിൽ എവിടെ നിൽക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇപ്പറഞ്ഞ വിഷയങ്ങളിൽ ഫലം ചിന്തിക്കേണ്ടത്. അതെങ്ങനെയാണ് എന്നതാണ് ഈ വീഡിയോയിലൂടെ പ്രധാനമായിട്ട് മനസ്സിലാക്കാൻ പോകുന്നത്. നിങ്ങളുടെ ഗ്രഹനിലയിൽ 4-ാം ഭാവം കണ്ടെത്തി കഴിഞ്ഞാൽ 4-ാം ഭാവം ഏത് രാശിയാണെന്ന് നോക്കുക. ഈ ഒരു ഗ്രഹനില എടുത്തു കഴിഞ്ഞാൽ ഇതിലെ 4-ാം ഭാവം എന്ന് പറയുന്നത് കുംഭം രാശിയാണ്, അല്ലെ? അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഗ്രഹനിലയിൽ നിങ്ങളുടെ 4-ാം ഭാവം ഏത് രാശിയാണ് എന്ന് കണ്ടെത്തി ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. നമ്മൾ എടുത്തിട്ടുള്ള ഗ്രഹനിലയിൽ 4-ാം ഭാവം കുംഭം രാശിയാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ കണ്ടെത്തേണ്ടത് നമ്മുടെ 4-ാം ഭാവം ഏത് രാശിയാണോ ആ രാശിയുടെ അധിപൻ ആരാണ് എന്നതാണ് കണ്ടെത്തേണ്ടത്. അതിനായിട്ട് ഞാനിവിടെ ഒരു ചാർട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഉദാഹരണം എടുത്തിട്ടുള്ള ഗ്രഹനിലയിൽ 4-ാം ഭാവം കുംഭമായതുകൊണ്ട് കുംഭം രാശിയുടെ അധിപൻ ശനിയാണ്. അപ്പോൾ ഈ ഒരു ഗ്രഹനില പ്രകാരം ഇതിലെ 4-ാം ഭാവാധിപൻ എന്ന് പറയുന്നത് ആരാണ്? ശനിയാണ്. ശനിയെ ജ്യോതിഷത്തിൽ മന്ദൻ എന്നാണ് പറയുന്നത്. മാ എന്ന അക്ഷരം ഉപയോഗിച്ചുകൊണ്ടാണ് ശനിയെ രേഖപ്പെടുത്തുന്നത്. അടുത്തത് ചെയ്യേണ്ടത് നമ്മളിങ്ങനെ കണ്ടെത്തിയ 4-ാം ഭാവാധിപൻ നമ്മുടെ ഗ്രഹനിലയിൽ എത്രാം ഭാവത്തിലാണ് നിൽക്കുന്നത് എന്ന് നോക്കുമ്പോൾ ലഗ്നത്തിൽ നിന്ന് 3-ാം ഭാവത്തിലാണ് 4-ാം ഭാവാധിപതി നിൽക്കുന്നത്, അല്ലേ? അപ്പോൾ അതും നമ്മളൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. നിങ്ങളുടെ ഗ്രഹനിലയിൽ 4-ാം ഭാവാധിപതി നിങ്ങളുടെ ഗ്രഹനിലയിൽ എത്രാം ഭാവത്തിൽ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇനി നമുക്ക് നേരെ നമ്മുടെ ഫലപ്രവചനത്തിലേക്ക് കടക്കാം. നമ്മളിങ്ങനെ കണ്ടെത്തിയ 4-ാം ഭാവാധിപൻ 1-ാം ഭാവത്തിൽ അല്ലെങ്കിൽ ലഗ്നത്തിലാണ് ഗ്രഹനിലയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എങ്കിൽ ഉറച്ച കുടുംബ ബന്ധമാണ് പ്രധാനമായിട്ട് ഫലമായി പറയുന്നത്. ഒപ്പം തന്നെ കുടുംബത്തിൽ നിന്നും ഉറച്ച പിന്തുണ ജാതകന് ലഭിക്കും. മാതൃസ്നേഹം അങ്ങേയറ്റം ഉണ്ടാകും. മാതാവിൽ നിന്ന് തിരിച്ച് ജാതകന് സ്നേഹം ലഭിക്കും. അമ്മയിൽ നിന്നോ അമ്മയുടെ സ്ഥാനം അലങ്കരിക്കുന്ന ആളുകളിൽ നിന്നോ കൂടുതൽ ധനങ്ങൾ, സമ്പത്ത് ഇത്യാദി വസ്തുക്കൾ, മറ്റു സഹായങ്ങളൊക്കെ തന്നെ ജാതകന് ലഭിക്കുമെന്നാണ് പറയപ്പെടുന്നത്. 4-ാം ഭാവാധിപൻ 2-ാം ഭാവത്തിലാണ് നിൽക്കുന്നത് എങ്കിൽ പൂർവിക സ്വത്തിൽ നിന്ന് വരുമാനം ധാരാളമായിട്ട് ജാതകന് ലഭിക്കുമെന്നാണ് പറയപ്പെടുന്നത്. ഒപ്പം തന്നെ കുടുംബത്തിൽ നിന്നും പൂർവികരിൽ നിന്നും ധാരാളം സമ്പത്ത് ജാതകന് അനുഭവിക്കാൻ യോഗമുണ്ടാകുമെന്നും പറയപ്പെടുന്നുണ്ട്. ഒപ്പം തന്നെ വാഹനങ്ങൾ മുഖേന വരുമാനം കുടുംബത്തിലേക്ക് ഉണ്ടാകാനുള്ള സാധ്യത ജാതകന് പറയുന്നു. ഒപ്പം തന്നെ സ്നേഹിതന്മാർ മുഖേന അല്ലെങ്കിൽ സ്നേഹിതകളാകാം,
അവരിലൂടെയുള്ള വരുമാന വർധന അല്ലെങ്കിൽ നേട്ടം, ഇതൊക്കെയാണ് ജ്യോതിഷം പറയുന്നത്. 4-ാം ഭാവാധിപൻ 3-ാം ഭാവത്തിലാണ് നിൽക്കുന്നത് എങ്കിൽ ഇനി പറയുന്ന ഫലങ്ങളാണ് ജ്യോതിഷം പറയുന്നത്. നമ്മുടെ ഈ ഗ്രഹനില എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഇതിൽ 4-ാം ഭാവാധിപൻ എന്ന് പറയുന്നത് ശനി അല്ലെങ്കിൽ മന്ദനാണല്ലേ. പക്ഷേ ശനി നിൽക്കുന്നത് ജാതകന്റെ 3-ാം ഭാവത്തിലാണ്. അപ്പോൾ ഈ പറയുന്ന ഫലങ്ങൾ ഈ ഒരു ഗ്രഹനിലയ്ക്കുടമ അല്ലെങ്കിൽ ഈ ഒരു ജാതകന് 4-ാം ഭാവാധിപതിയുടെ 3-ാം സ്ഥാനത്തിലുള്ള നിൽപ്പ് കൊണ്ട് ഫലം പറയാനായിട്ട് സാധിക്കും. 4-ാം ഭാവാധിപൻ 3-ാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ കുടുംബവുമായി പലപ്പോഴും അഭിപ്രായ ഭിന്നതകളിൽ ഏർപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കുടുംബത്തിൽ അംഗങ്ങൾ തമ്മിൽ അസ്വസ്ഥത നിറഞ്ഞിട്ടുള്ള പെരുമാറ്റങ്ങളായിരിക്കും പലപ്പോഴും ജാതകന് അനുഭവിക്കേണ്ടി വരിക. അതുപോലെ തന്നെ പാർട്ടീഷൻ മുഖേന അല്ലെങ്കിൽ കുടുംബ സ്വത്ത് ഓഹരി ചെയ്യുന്നതിലൂടെ ഈ ഒരു ജാതകന് നഷ്ടം സംഭവിക്കാനുള്ള സാധ്യതകളെക്കുറിച്ച് ജ്യോതിഷം പറയുകയാണ്. ഒപ്പം തന്നെ കുടുംബ ഛിദ്രം അല്ലെങ്കിൽ കുടുംബ അംഗങ്ങൾ തമ്മിൽ അകന്നു പോവുക, പൂർവിക സമ്പത്തിന് അല്ലെങ്കിൽ പൈതൃകമായിട്ട് കിട്ടിയ സമ്പത്തിന് നാശം അല്ലെങ്കിൽ ക്ഷയം സംഭവിക്കുക, ഇങ്ങനെയൊക്കെ ജ്യോതിഷം പറയുന്നു. അപ്പോഴും ജ്യോതിഷം പറയുന്നുണ്ട് ഈ ഒരു ജാതകൻ സ്വന്തം പ്രയത്നം കൊണ്ട് ധനമാർജിച്ചയാള്, ആ ധനത്തെ പരിപാലിക്കുന്നയാള്, ആ ധനം കൊണ്ട് നേട്ടമുണ്ടാക്കുന്നയാള്, അതുപോലെ തന്നെ ദാനശീലൻ, ഇതൊക്കെ ആയിട്ട് ഭവിക്കുമെന്നും പറയുന്നുണ്ട്. 4-ാം ഭാവാധിപൻ ജാതകന്റെ 4-ാം ഭാവത്തിലാണ് നിൽക്കുന്നത് എങ്കിൽ ഉറച്ച കുടുംബ ബന്ധം, അതുപോലെ കുടുംബത്തിൽ നിന്ന് ഉറച്ച പിന്തുണ ലഭിക്കും, മാതൃസ്നേഹം, അതോടൊപ്പം തന്നെ അമ്മാവന്മാരിൽ നിന്ന് അല്ലെങ്കിൽ അമ്മയുടെ സഹോദരങ്ങളിൽ നിന്ന് സഹായങ്ങൾ ലഭിക്കും, കുടുംബ സുഖമേറും, അതുപോലെ തന്നെ വാഹനയോഗം ഉണ്ടാകും, കൃഷി മുതലായവയിൽ നിന്ന് ലാഭം നേടും, ഉപരിപഠനത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാകും, അതുപോലെ തന്നെ സർക്കാർ സർവീസിൽ ജോലി ലഭിക്കാനുള്ള സാധ്യതയുമാണ് ജ്യോതിഷം ഇതിലൂടെ പ്രധാനമായിട്ട് പറയുന്നത്. 4-ാം ഭാവാധിപൻ 5-ാം ഭാവത്തിലാണ് നിൽക്കുന്നത് എങ്കിൽ കുടുംബത്തിൽ ബഹുസന്താനം, അതുപോലെ തന്നെ ഐശ്വര്യമുള്ള കുടുംബം, ബഹുമാനം, വിദ്യ, ധനപ്രാപ്തി, ഇതൊക്കെ ഉള്ളയാൾ ആയിരിക്കും ജാതകൻ എന്നാണ് പറയപ്പെടുന്നത്. മാത്രമല്ല പിതാവിൽ നിന്ന് അധികമായ ധനം അല്ലെങ്കിൽ പൈതൃകമായിട്ടുള്ള സമ്പത്ത് ലഭിക്കും, കീർത്തി ലഭിക്കും, ദീർഘായുസുണ്ടാകും, അതുപോലെ തന്നെ നല്ല പുത്രന്മാരുണ്ടാകും, ദൈവീകമായിട്ടുള്ളതോ പുരാണപരമോ ആയിട്ടുള്ള കാര്യങ്ങളിൽ അറിവുള്ള ആചാര്യന്മാര് കുടുംബത്തിലുണ്ടായിരിക്കും. ജാതകനും ഈ വക വിഷയങ്ങളിൽ താല്പര്യമുണ്ടായിരിക്കും എന്നാണ് ജ്യോതിഷം പറയുന്നത്. 4-ാം ഭാവാധിപൻ 6-ാം ഭാവത്തിലാണ് നിൽക്കുന്നത് എങ്കിൽ കുടുംബത്തിൽ ദാരിദ്ര്യമുണ്ടാകാം, ജാതകന് വിദ്യാഭ്യാസക്കുറവ് ലഭിക്കും, മാതാവിന് അസുഖങ്ങളും അരിഷ്ടതകളും ഉണ്ടാകും, കുടുംബക്ഷയം സംഭവിക്കും, വാഹനങ്ങൾ മൂലം അപകടം സംഭവിക്കാം, ധനനഷ്ടം ഇതുണ്ടാകാം. എന്നാൽ ഈ 4-ാം ഭാവാധിപൻ ഒരു ശുഭഗ്രഹമാണ് എങ്കിൽ ദോഷത്തിന്റെ കാഠിന്യം കുറഞ്ഞിരിക്കും എന്നാണ് പറയപ്പെടുന്നത്. ശുഭഗ്രഹങ്ങൾ ഏതാണ്, അശുഭഗ്രഹങ്ങൾ ഏതാണ് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഇതിനോടകം തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്. മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോകൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു ധാരണ ലഭിക്കുന്നതാണ്. 4-ാം ഭാവാധിപൻ 7-ാം ഭാവത്തിലാണ് നിൽക്കുന്നത് എങ്കിൽ വിദ്യയും ധനവും ഗൃഹലാഭയോഗവും ഉണ്ടാകാനുള്ള സാധ്യതയാണ് ജ്യോതിഷം പറയുന്നത്. കൂടാതെ മുറപ്പെണ്ണിനെ വിവാഹം ചെയ്യാനുള്ള ഒരു സാധ്യത ജ്യോതിഷം പറയുന്നു. ഒപ്പം തന്നെ മുറപ്പെണ്ണല്ലെങ്കിൽ പ്രേമവിവാഹത്തിന് യോഗവും ജ്യോതിഷം പറയുകയാണ്. സന്തുഷ്ടമായ കുടുംബ ജീവിതമായിരിക്കും, കുടുംബാംഗങ്ങൾ തമ്മിൽ ഐക്യത്തോടും പൊരുത്തത്തോടും കൂടി മുന്നോട്ട് പോകും എന്നാണ് ജ്യോതിഷം പറയുന്നത്. 4-ാം ഭാവാധിപൻ 8-ാം ഭാവത്തിൽ നിൽക്കുന്നത് വളരെ അധികം കഷ്ടമാണ് എന്ന് ജ്യോതിഷം പറയാണ്. ജാതകൻ ഇതുമൂലം ഏതെങ്കിലും തരത്തിൽ ഒരു നിത്യരോഗിയായി മാറാനുള്ള സാധ്യത പറയുന്നുണ്ട്. അതുപോലെ തന്നെ മാതൃസുഖം കുറയും, മാതാവിനോടോ മാതാവിൽ നിന്നോ സ്നേഹം കുറയും, അതുപോലെ തന്നെ മാതാവുമായി വിട്ടു താമസിക്കാനുള്ള ഒരു സാധ്യത സംജാതമാകും. അനേകം ശത്രുക്കൾ ജാതകന് ഉണ്ടാകാനുള്ള സാധ്യത ജ്യോതിഷം പറയാണ്. കുടുംബത്തിൽ അനർത്ഥങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ജ്യോതിഷം പറയാണ്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പൂർണ്ണമായി നടക്കണമെന്നൊന്നും ശഠിക്കരുത്. ജ്യോതിഷം പലപ്പോഴും സാധ്യതകൾ മാത്രമാണ് പറയുന്നത്. അതുപോലെ തന്നെ കുടുംബത്തിൽ ദുരന്തങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കടങ്ങൾ മൂലം കുടുംബ അംഗങ്ങൾ ആത്മഹത്യയുടെ വക്ക് വരെ എത്താനുള്ള സാധ്യതകളെക്കുറിച്ചെല്ലാം ജ്യോതിഷം 4-ാം ഭാവാധിപതിയുടെ
8ാം ഭാവത്തിലുള്ള നിൽപ്പ് കൊണ്ട് പറയുകയാണ്. ഇനി 4ാം ഭാവാധിപൻ 9ാം ഭാവത്ത് നിൽക്കുകയാണ് എങ്കിൽ ആ ജാതകൻ ഭാഗ്യമുള്ള കുടുംബത്തിൽ ജനിക്കും എന്നാണ് പറയപ്പെടുന്നത്. ദൈവികത്വം ജാതകൻ ഉണ്ടായിരിക്കും, ജനസമ്പന്നനായിരിക്കും ആള്, ഒപ്പം തന്നെ സന്തോഷവും ധനപ്രാപ്തിയും നല്ല വിദ്യാഭ്യാസം ഉള്ളയാളും പിതാവിനോട് അത്യധികം ഭക്തി അല്ലെങ്കിൽ ബഹുമാനം, ആദരം ഇതൊക്കെ ഉള്ള ആളും ഭാഗ്യവാനുമായിരിക്കും എന്നാണ് ജ്യോതിഷം പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ മുന്നേ ഒരു ഭാഗത്ത് പറഞ്ഞതുപോലെ നല്ല അറിവും അവഗാഹവുമുള്ള ആചാര്യന്മാരുള്ള കുടുംബത്തിൽ ജാതകൻ ജനിക്കും എന്നും പറയപ്പെടുന്നുണ്ട്. ജാതകന് പുരാണ വിഷയങ്ങളിൽ അറിവുണ്ടായിരിക്കും, ആധ്യാത്മിക വിഷയങ്ങളിൽ അനിതര സാധാരണമായിട്ടുള്ള അറിവും അവഗാഹവും ഉണ്ടാകും. നല്ല ഒരു സഞ്ചാരിയായിരിക്കും, സഞ്ചാരപ്രിയനായിരിക്കും. അതായത് യാത്രകൾ ധാരാളം ഇഷ്ടപ്പെടുന്നയാൾ അല്ലെങ്കിൽ യാത്രകൾ നടത്തുന്നയാൾ, തീർത്ഥാടനം നടത്തുന്നയാൾ ഒക്കെ ആയിരിക്കും എന്നാണ് 4ാം ഭാവാധിപന്റെ 9ാം ഭാവത്തിലുള്ള നിൽപ്പ് കൊണ്ട് ജ്യോതിഷം പറയുന്നത്. 4ാം ഭാവാധിപൻ 10ാം ഭാവത്തിലാണ് നിൽക്കുന്നത് എങ്കിൽ ജാതകൻ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിൽ തൽപരനായിരിക്കും എന്നാണ് പറയപ്പെടുന്നത്. മാത്രമല്ല പാരമ്പര്യമായിട്ടുള്ള തൊഴിൽ ചെയ്യുന്നയാളും ആ തൊഴിലിലൂടെ വരുമാനം കണ്ടെത്തുന്നയാളും ആയിരിക്കും എന്നാണ് ജ്യോതിഷം പറയുന്നത്. കുടുംബസമേതം ഒരു വ്യവസായത്തിൽ ഏർപ്പെടുക എന്നുള്ളതും ഈ ഒരു 4ാം ഭാവാധിപൻ 10ൽ നിൽക്കുന്നത് കൊണ്ട് പറയാനായിട്ട് സാധിക്കും. സർക്കാർ മുഖേന നേട്ടങ്ങൾ ജാതകന് ഉണ്ടായി വരും. സർക്കാർ ജോലി ലഭിക്കാനുള്ള സാധ്യത പറയുന്നുണ്ട്. ഒപ്പം തന്നെ സുഖജീവിതം നയിക്കുന്ന ഒരാൾ കൂടിയായിരിക്കും ജാതകൻ എന്നാണ് 4ാം ഭാവാധിപൻ 10ൽ നിൽക്കുന്നത് കൊണ്ട് ജ്യോതിഷം ഫലമായിട്ട് പറയുന്നത്. അടുത്തത് 4ാം ഭാവാധിപൻ 11ാം ഭാവത്തിൽ നിൽക്കുകയാണ് എങ്കിൽ ജ്യോതിഷം പറയുന്ന ഫലങ്ങളാണ്. സ്വപ്രയത്നത്താൽ ഉണ്ടാക്കിയ ധനത്തോടു കൂടിയ ആള് ആയിരിക്കും. അതോടൊപ്പം തന്നെ പിതൃഭക്തി ഉണ്ടായിരിക്കും. അച്ഛനോട് അമിതമായ സ്നേഹം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ബഹുമാനം കാത്തു സൂക്ഷിക്കുന്നയാളായിരിക്കും ജാതകൻ എന്നാണ് പറയപ്പെടുന്നത്. ആരോഗ്യവും ധനവും ദീർഘായുസും ജാതകന് ഇതുമൂലം പറയുകയാണ്. ധർമ്മത്തെ മാത്രം അനുഷ്ഠിക്കുന്ന ഒരാളായിരിക്കും ജാതകൻ എന്നും ജ്യോതിഷം 4ാം ഭാവാധിപന്റെ 10ാം സ്ഥാനത്തുള്ള അല്ലെങ്കിൽ 10ാം ഭാവത്തിലുള്ള നിൽപ്പ് കൊണ്ട് പറയുകയാണ്. 4ാം ഭാവാധിപൻ അവസാനമായി 12ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് എങ്കിൽ ആ ഒരു ജാതകൻ അനാഥനായി ഭവിക്കാനുള്ള സാധ്യതയാണ് ജ്യോതിഷം പറയുന്നത്. മാത്രമല്ല താൻ ജനിച്ച ദേശം വിട്ട് അന്യദേശത്ത് വാസമുറപ്പിക്കുന്നയാള് ആയിരിക്കും അത്രേ. മാത്രമല്ല ദാരിദ്ര്യം അനുഭവിക്കുന്നയാൾ ആയിരിക്കും. കുടുംബ മഹിമ ഇല്ലാത്ത ഒരു ആള് കൂടിയായിരിക്കും, അല്ലെങ്കിൽ അത്തരമൊരു കുടുംബത്തിൽ ജാതകൻ പിറക്കുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കിയത് 4ാം ഭാവത്തിൽ ഗ്രഹങ്ങളൊന്നുമില്ലെങ്കിൽ 4ാം ഭാവാധിപൻ്റെ സ്ഥാനം നോക്കിയാണ് നമ്മൾ 4ാം ഭാവത്തെക്കുറിച്ച് ബലപ്രവചനങ്ങൾ ജ്യോതിഷത്തിൽ നടത്തുന്നത്. അത്തരത്തിൽ 4ാം ഭാവാധിപതിയെ ഗ്രഹനിലയിൽ എങ്ങനെ കണ്ടെത്താം, 4ാം ഭാവാധിപതി ലഗ്നം മുതൽക്ക് 12 ഭാവങ്ങളിൽ നിൽക്കുമ്പോൾ ജാതകന് അനുഭവിക്കേണ്ടി വരുന്ന ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കിയത്. ഒരിക്കൽ കൂടി പറയുകയാണ്, ഇതെല്ലാം തന്നെ 100% തീർത്തും ശരിയാകും എന്നൊന്നില്ല, സാധ്യതകൾ മാത്രമാണ് ജ്യോതിഷം പറയുന്നത്. ഈ അറിവുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു കാര്യം കൂടി എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്, വളരെ ബേസ് ആയിട്ടുള്ള കുറച്ച് അറിവുകൾ മാത്രം പങ്കുവയ്ക്കുന്ന ഒരു ചാനലാണ് നമ്മുടെ. വ്യക്തിപരമായിട്ട് ഒരാളുടെ ഗ്രഹനിലയോ ജാതകമോ ഒന്നും തന്നെ പരിശോധിക്കുന്ന ഒരു ചാനലല്ല. അപ്പോൾ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അത്തരത്തിൽ കാര്യങ്ങളെ വിശകലനം ചെയ്യുന്ന ജ്യോതിഷികളുമായി ബന്ധപ്പെടുക. ഇത്തരം അറിവുകളുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമന്റുകളായിട്ട് രേഖപ്പെടുത്താം. നിങ്ങളുടെ സംശയങ്ങൾ പലപ്പോഴും വീഡിയോകളായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പഴയ വീഡിയോകൾ കാണാനായിട്ട് സദയം ശ്രമിക്കുക. മറ്റൊരു വീഡിയോയിൽ പുതിയ ഒരു അറിവുമായി കണ്ടുമുട്ടാം. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്ക് ഇപ്പോൾ ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ തുടർന്ന് വരുന്ന ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക. വീണ്ടും കാണാം. ശുഭദിനം.